എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് ഈസ് ആൻഡ് ആഫ്റ്ററിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിനെക്കുറിച്ചും മയക്കുമരുന്നും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുമാണ്. ഈയിടെയായി നമ്മുടെ കേരളത്തിലുള്ള എയർപോർട്ടുകളിൽ കൂടി ഡ്രഗ്സിൻ്റെ ട്രാഫിക് കൂടിക്കൂടി വരികയാണ്. അവരിൽ പലരും പിടിക്കപ്പെടുന്നു. എല്ലാവരും പിടിക്കപ്പെടുന്നതെന്ന് നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ തന്നെ ആൾമോസ്റ്റ് വരുന്നവരിൽ ഒരു 75% ആൾക്കാരെങ്കിലും ഓഫീസേഴ്സ് പിടികൂടുന്നുണ്ട്. ഇത് വളരെ മോശമായ ഒരു സ്ഥിതിവിശേഷത്തിൽ നാം എത്തിപ്പെടുകയാണ്. നമ്മുടെ കുട്ടികൾ പ്രധാനമായും ഇതിൽ കൂടുതൽ കടത്തി വരുന്ന മയക്കുമരുന്നുകൾ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് കേരളത്തിൽ തന്നെയാണ്. കുറച്ച് ഭാഗം മാത്രം ഇവിടെ നിന്ന് മറ്റു സ്റ്റേറ്റിലേക്ക് പോകുന്നുള്ളൂ. ആൾമോസ്റ്റ് പല സ്റ്റേറ്റിൽ നിന്നും വിമാനമാർഗവും കൂടുതൽ ഈ മയക്കുമരുന്നുകൾ എത്തുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. ഇതിൽ ഈ ഉപയോഗത്തിൽ എംപ്ലോയീസ് അവരുപയോഗിക്കുന്നുണ്ട്. വലിയൊരു വിഭാഗം വിദ്യാർത്ഥികളുണ്ട്. ദെൻ മറ്റ് എംപ്ലോയീസ് ഉണ്ട്. ആർട്ടിസ്റ്റുകൾ, കലാകാരന്മാർ, ഇവരൊക്കെ ഇതിൻ്റെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അത്ര എല്ലാം നമുക്ക് പബ്ലിഷ് ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ്. കാരണം പലരുടെയും കരിയർ തന്നെ ഇതുമൂലം നശിച്ചു കഴിഞ്ഞു. നശിക്കാനായി പലരും ക്യൂവിലുണ്ട് താനും. അവർക്ക് വേണ്ടി കൂടി ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇത്. നല്ലൊരു പ്രാക്ടീസല്ല. ഏറ്റവും കൂടുതൽ ഇതുപയോഗിക്കുന്നത് വീട്ടിൽ നിന്നും പഠിക്കാനോ അല്ല മറ്റു പണികൾക്കോ അകലങ്ങളിൽ പോയി മറ്റു സിറ്റികളിലോ മറ്റ് സ്റ്റേറ്റുകളിലോ പോകുമ്പോൾ ഇവർ വളരെ ഫ്രീ ആകുന്നു. ഇവരെ മോണിറ്റർ ചെയ്യാനോ ഇവരെ ഉപദേശിക്കാനോ കണ്ട ആരുമില്ല. ഇവർ ഫ്രീയായി ജീവിക്കുന്നു. ഫ്രീ ആയിട്ട് അവർക്ക് എന്തും ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. അവിടങ്ങളിലാണ് ഈ മയക്കുമരുന്ന് കൂടുതൽ ഉപയോഗിക്കാൻ ആൾക്കാർ ശ്രമിക്കുന്നത്. ഗവൺമെൻറ്റിന് ചെയ്യാമെന്നുള്ളത് ഇപ്പോൾ ഈ മയക്കുമരുന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നതിന്, ഈ വരുന്ന മയക്കുമരുന്ന് പിടിച്ചെടുക്കുന്നതിന് ഉള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണം വളരെ കുറവാണ്. അവരുടെ സ്ട്രെങ്ത് അത്യാവശ്യം കൂട്ടേണ്ടതും ഒപ്പം അവർക്ക് ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള വെപ്പൺസും അവരുടെ കയ്യിലുണ്ടായിരിക്കണം. കാരണം ഈ മയക്കുമരുന്ന് മാഫിയ ഇപ്പോൾ അത്യാധുനിക ചെറിയ സൈസിലുള്ള ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അവരുടെ ആംസ് ഉണ്ട്. അവരാരെങ്കിലും പിന്തുടർന്നാൽ അവർക്ക് സമയം അനുയോജ്യമാണെങ്കിൽ ഇവരെ ഫയർ ചെയ്യും, അവരെ കൊല ചെയ്യിപ്പിക്കും. കാരണം ഇവർ ഈ ട്രാഫിക് ചെയ്യുമ്പോൾ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്ത് ഒബ്സ്റ്റിക്കൽസ് വന്നാലും ഇവരത് പ്രിവെൻറ്റ് ചെയ്യും. അതിൽ യാതൊരു മാറ്റവുമില്ല. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഓഫീസേഴ്സ് ടോട്ടൽ കെയർഫുള്ളായിരിക്കണം. ഇല്ലെങ്കിൽ അവർക്ക് ജീവഹാനി ഉണ്ടാകും. അത് യാതൊരു സംശയവുമില്ല. ഇനി മാതാപിതാക്കൾ കഴിയുന്നതും പേരൻസിനെ ഒന്ന് മോണിറ്റർ ചെയ്യണം. അവരെ ഉപദേശിക്കണം. മയക്കുമരുന്നിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. അത് സ്കൂൾ തലങ്ങളിലുമൊക്കെ നാം ഇത് ചെയ്തേ പറ്റൂ. ഇനി മറ്റൊരു പ്രധാന കാരണം, നമ്മൾ മയക്കുമരുന്നിനെ പറ്റി ഘോരഘോരം പ്രസംഗിക്കുന്നു, പിടിക്കുന്നു. എന്നാൽ നമ്മുടെ സ്റ്റേറ്റിൽ ഇതിന് സമാന്തരമായി ഒന്നുള്ളതാണ് മദ്യപാനം. മദ്യപാനവും
ഉപയോഗവും ഇപ്പോൾ മദ്യപാനത്തിൻ്റെ ഉപയോഗം കൂടിക്കൂടി വരികയാണ്. അത് വളരെ സുലഭമായി ഇവിടെ കിട്ടുന്നു. ന്യായീകരണങ്ങളുണ്ടാകാം. മയക്കുമരുന്നിനേക്കാൾ വലിയ കുഴപ്പമില്ലാത്തതാണ് മദ്യപാനം. മദ്യപാനത്തിന് 2 ദൂഷ്യവശങ്ങളുണ്ട്. ഒന്ന്, ഇവർ മദ്യപിക്കുന്നവരിലെ ഭൂരിഭാഗം ആൾക്കാരും അവരുടെ കുടുംബങ്ങളിൽ ഇവരുടെ വേതനം എത്തിക്കാറില്ല. അവരുടെ മാക്സിമം 60% വരയ്ക്കും മദ്യഷാപ്പുകളിൽ സ്പെൻഡ് ചെയ്യുകയാണ്. ശേഷിക്കുന്ന 20-30% വീട്ടിലേൽപ്പിച്ചാൽ അതുകൊണ്ട് അവരുടെ ഫാമിലി കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റില്ല. ഈ ഭാഗം തീർച്ചയായിട്ടും ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. എന്തെങ്കിലും നിങ്ങളെ കള്ള് കച്ചവടം ചെയ്യേണ്ട തെറ്റാണെന്നൊന്നും പറയുന്നില്ല. കാരണം നിങ്ങളുടെ നിലനിൽപ്പിന് കള്ള് കച്ചവടം ആവശ്യമാണ്. കാരണം നിങ്ങൾക്ക് ക്യാഷില്ല, ഖജനാവിൽ ക്യാഷില്ല. ഖജനാവിൻ്റെ വലിയൊരു വരുമാന മാർഗമാണ് ഈ കള്ള്, അതായത് മദ്യം. പക്ഷെ എങ്കിൽ തന്നെ ഈ മദ്യം കൊടുക്കുമ്പോൾ അത് അർഹതപ്പെട്ടവർ അത് മാനേജ് ചെയ്യാൻ, ആ എക്സ്പെൻസ് ബെയർ ചെയ്യാൻ സാധിക്കുന്നവർക്ക് മാത്രമായി ഇന്ന് കൊടുത്താൽ നന്നായിരിക്കുമായിരുന്നു. ഇത് കിട്ടുന്ന, അതായത് സാറ്റർഡേ ഇവരുടെ സാലറി കിട്ടിക്കഴിഞ്ഞാൽ അന്ന് മൊത്തം ഗ്രൂപ്പ് ചേർന്ന് ഷെയർ ചെയ്ത് അവരങ്ങോട്ട് മദ്യപിക്കുകയാണ്. പിന്നെ ഇവർ മദ്യത്തിൽ അങ്ങനെ മയങ്ങി ഇവർ പിന്നെ ഉണരുന്നത് തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക്. അപ്പോൾ അവരുടെ ജോലി നഷ്ടപ്പെടുകയാണ്. സർവ്വസാധാരണ ഇപ്പം നടന്നു വരികയാണ്. അതുകൊണ്ട് ഗവൺമെൻറ്റിനോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് എന്തെങ്കിലും നിങ്ങളൊരു വഴി കണ്ടെത്തുക പ്ലീസ്. ഈ ഒരു വശത്ത് മയക്കുമരുന്നിൽ ആൾക്കാർ അടിമകളാകുമ്പോൾ മറുവശത്ത് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടിൽ തന്നെ മദ്യപന്മാരായി ആൾക്കാർ മാറുന്നു. ഇതിൻ്റെ എന്താ ലോജിക്കെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഘോരം പ്രസംഗിക്കുന്നു, മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ് ഒക്കെ പറയുന്നെങ്കിലും എന്തുകൊണ്ട് നിങ്ങൾ ഇതൊരു വലിയ തോതിൽ ഈ മദ്യത്തിൻ്റെ ഒരു ഔട്ട്ലെറ്റ്സുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു? കുറച്ചൊന്ന് ശ്രദ്ധിച്ചുകൂടെ? ഈ കുട്ടികളെ, ഈ പാവം പിടിച്ച പണിക്കാരെ, അവരുടെ ഈ വേതനം ഗവൺമെൻറ് വെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഉന്മൂലനം ചെയ്താൽ മോശമല്ലേ? എന്തുകൊണ്ട് മെഡിക്കൽ കോളേജിൽ ഇങ്ങനെയുള്ളവർക്ക് ബുദ്ധിമുട്ട് വരുന്നത്? കാരണം ഓവർ ക്രൗഡഡാണ്. കാരണം നിങ്ങൾ കൊടുക്കുന്ന മദ്യം കഴിച്ച മദ്യപാനികളാണ് അധികം പേരും ഈ മെഡിക്കൽ കോളേജിൽ ഗവൺമെൻറ് ആശുപത്രിയിൽ രോഗികളായി ചെല്ലുന്നത്. നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല, അവിടെയും നിങ്ങൾ അവരെ പറ്റിക്കുകയാണ്. അവിടെ ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഇല്ല, ശരിക്കും മെഡിസിൻസ് ഒന്നുമില്ല. അപ്പോൾ അവിടെയും നിങ്ങൾ ഈ കള്ളുകുടിയന്മാർ ഉപദ്രവിക്കുന്ന മറ്റൊരു തരത്തിലാണ്. അവിടെ പോയി കഴിഞ്ഞാൽ അവൻ്റെ കെട്ടുതാലി പണയം വെച്ച് ഭാര്യയുടെ കെട്ടുതാലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിറ്റ് പാത്രം വരെ വിറ്റിട്ട് വേണം മരുന്ന് വാങ്ങി ഡോക്ടറിനടുത്ത് കൊടുക്കുക, ഇഞ്ചക്ഷൻ ചെയ്യാൻ. ആ ഒരു ഗതികേടല്ലേ? അപ്പോൾ ഇതിൻ്റെ മെയിൻ കോസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ പ്രധാന ഭാഗം ശിക്ഷ യഥാർത്ഥത്തിൽ ശിക്ഷിക്കപ്പെടേണ്ടത് ഈ ഗവൺമെൻറ് ലോബികളല്ലേ, ആ മന്ത്രിയല്ലേ? ശരിക്കും മദ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയല്ലേ ഇതിൻ്റെ തെറ്റുകാരൻ? നിങ്ങൾ മയക്കുമരുന്നിനെ പ്രിവെൻറ്റ് ചെയ്യുമ്പോൾ അതുപോലെ ഈ മദ്യത്തെയും പ്രിവെൻറ്റ് ചെയ്യണ്ടേ? ഒന്ന് മനസ്സിലാക്കുക. ദയവ് ചെയ്ത് ഈ എന്താ പറയുക, ഈ ക്രിസ്ത്യ സഭക്കാർ മുസ്ലിം ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, മദ്യത്തിന് എഗസ്റ്റാണല്ലോ. നിങ്ങളെങ്കിലും ഇതിന് എഗസ്റ്റായിട്ട് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കുക. ഇനിയെങ്കിലും വരുന്ന മിനിസ്ട്രി കള്ള് കച്ചവടത്തിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കാതിരിക്കുക. നിങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വോട്ട് കുറയും, എങ്കിലും സാരമില്ല. നമ്മൾ കുടുംബങ്ങളെ വഴിയാധാരമാക്കേണ്ട. സോ ഗവൺമെൻറ്റിനോട് ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യുന്നു, മയക്കുമരുന്നുകളെ പിടിപ്പിക്കാനുള്ള ആ ആൾക്കാരുടെ സ്ട്രെങ്ത് ഒന്ന് വർദ്ധിപ്പിക്കുക, അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കുക. രണ്ടാമത് ഈ ഔട്ട്ലെറ്റ് തുറന്നതിൽ കൂടെ കള്ള് കച്ചവടം ചെയ്യുന്ന ഇതിൻ്റെ അതിൻ്റെ ഔട്ട്ലെറ്റിൻ്റെ എണ്ണങ്ങളൊന്ന് കുറയ്ക്കുക. എനിക്കിത്ര മാത്രമേ പറയാനുള്ളത്. നാടിനെ നശിപ്പിക്കാതിരിക്കുക, കുടുംബങ്ങളെ നശിപ്പിക്കാതിരിക്കുക, ആരോഗ്യത്തെ നശിപ്പിക്കുക. ഇതിൻ്റെ എല്ലാ പ്രധാന ഉത്തരവാദി ഗവൺമെൻറ് തന്നെയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള സുഹൃത്തുക്കളെയും ഒന്നറിയിക്കുക.
ഇത് എത്ര പേര് ഇതിൽ മദ്യം കുടിക്കാമെന്നറിയില്ല. പക്ഷേ ലെവൽ ഒരുവിധം നോർമൽ കുടിക്കുന്നവർ ഓക്കെ, നോ പ്രോബ്ലം. പക്ഷേ ഇതിൽ കേൾക്കുന്നവർ തീർച്ചയായിട്ടും മദ്യത്തെക്കുറിച്ചാണ് അവർ പറയുന്നതെങ്കിൽ അവർ കേൾക്കില്ല, അവരാർക്കും ഷെയർ ചെയ്യില്ല. പക്ഷേ എങ്കിൽ തന്നെ ശ്രമിക്കുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.